എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അറ്റോമിക് നമ്പറും മാസ് നമ്പറും പഠിച്ചു. നമുക്കത് മനസ്സിലായി. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം തന്നെയാണ്, അല്ലെങ്കിൽ പ്രോട്ടോൺസിന്റെ എണ്ണമാണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണം കൂടിയിട്ടുള്ളതാണ്. അത് മറക്കരുത് കേട്ടോ, തെറ്റിപ്പോരുത്. ആലോചിക്കുക, ന്യൂക്ലിയസിലുള്ളത് ആണ്, ന്യൂക്ലിയസ് ആണല്ലോ ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത്. അപ്പൊ ആ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിലെ ഏതൊക്കെ പാർട്ടിക്കിൾസ് ഉള്ള ന്യൂട്രോൺസും പ്രോട്ടോൺസും, അപ്പൊ അതിന്റെ രണ്ടിന്റെയും കൂടിയിട്ടുള്ള മൊത്തം എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് അല്ലെ. ഇനി എന്താണ്? സിംബൽസ് ആർ യൂസ് ടു റെപ്രസെന്റ് എലിമെന്റ്സ്. എലിമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സിംബൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോ ദ സിംബൽ ഓഫ് എൻ എലമെന്റ് റെപ്രസെന്റ് വൺ ഓഫ് ഇറ്റ്സ് ആറ്റംസ്. If we include the mass number, ഇവിടെ നോക്കി other fundamental particles in atom എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. Besides the fundamental particles like protons, electrons, neutrons കൂടാതെ ആറ്റത്തിൽ വേറെയും കണങ്ങളുണ്ട്. അതായത് ഡിസ്കവേർഡ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ വേറെയും ചെറിയ പാർട്ടിക്കിൾസ് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതേതൊക്കെയാണ് ആ കണങ്ങൾ? മീസൺസ്, ന്യൂട്രിനോ, ആന്റി ന്യൂട്രിനോ, പോസിട്രോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോ ഇവിടെ ഇഫ് വി ഇൻക്ലൂഡ് ദ മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ ടു ദ സിംബൽ ഓഫ് എൻ ആറ്റം, മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദ ആറ്റം ക്യാൻ ബി ഇൻഫേർഡ്. ഒരു ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മള് ഒരു എലിമെന്റിനെ, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലിമെന്റ്, ആ എലിമെന്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ എച്ച് എന്ന് പറഞ്ഞ അക്ഷരമാണ് ഉപയോഗിക്കുക. എച്ച് എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിക്കും. അപ്പൊ എല്ലാ എലിമെന്റ്സിനും ഒരക്ഷരമായിരിക്കില്ല. ഇപ്പൊ എച്ച് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ. അപ്പൊ ഈ ഹീലിയം വന്നു കഴിഞ്ഞാലോ, ഹീലിയം വന്നാലും എച്ച് എന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ തെറ്റില്ലേ? അപ്പൊ ഹീലിയത്തിന് എന്ത് ചെയ്യും? അതിന് രണ്ടാമത്തെ അക്ഷരം കൂടി കൊടുത്ത് ഹീലിയത്തിന് HE എന്നാണ് ഹീലിയത്തിന്റെ സിമ്പല്. അപ്പൊ ഈ എലിമെന്റിന്റെ ഈ എന്താ പറയാ സിമ്പൽ കൊടുക്കണേൽ തന്നെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും കൂടി ആഡ് ചെയ്താൽ ആ ഒരു സിമ്പലിനും തന്നെ നമുക്ക് കുറെ ഡീറ്റെയിൽസ് കിട്ടും. നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് അറിയാൻ സാധിക്കും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വി റൈറ്റ് ദ മാസ് നമ്പർ ഓൺ ദ ടോപ്പ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സിമ്പൽ. സിമ്പലിന്റെ ലെഫ്റ്റ് സൈഡില് ടോപ്പിൽ നമ്മൾ മാസ് നമ്പർ എഴുതും. അപ്പൊ ഹൈഡ്രജന് അറിയോ? ഹൈഡ്രജന് ആകെപ്പാടെ ഒരു പ്രോട്ടോൺ, ഹൈഡ്രജന്റെ ന്യൂക്ലിയസിൽ ആകെ കൂടി ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, ന്യൂട്രോൺ ഇല്ല. ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹൈഡ്രജന്റെ മാസ് നമ്പർ 1 ആണ്. പ്രോട്ടോണും ന്യൂട്രോണും കൂടി കൂട്ടിയതല്ലേ മാസ് നമ്പർ. അപ്പൊ പ്രോട്ടോൺ ആകെ ഒരെണ്ണുള്ളൂ, ന്യൂട്രോൺ ഒറ്റ എണ്ണില്ല. അപ്പൊ മാസ് നമ്പർ 1 ആണ് വരാം. ഇനി അറ്റോമിക് നമ്പർ എന്താ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് 1 ആണെന്ന് പറഞ്ഞു. അപ്പൊ അറ്റോമിക് നമ്പർ ബോട്ടം ലെഫ്റ്റ് സൈഡിലും എഴുതും. അത് തെറ്റിപ്പോയത്. ലെഫ്റ്റിലാണ് 2 നമ്പർ എഴുതാം, മുകളിൽ മാസ് നമ്പർ എഴുതും, അടിയില് അറ്റോമിക് നമ്പർ എഴുതും. അപ്പൊ ഇങ്ങനെ ഒരു സിമ്പൽ കണ്ടാൽ നമുക്ക് ഇതിന് എന്തൊക്കെ അറിയാം? ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ അറിയാം? ഇതൊരു ഹൈഡ്രജന്റെ ആറ്റമാണ്, അതിന്റെ അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പർ 1 ആണ്. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺ 1, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1 ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് 0. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഒറ്റ സിമ്പലിൽ നിന്ന് കിട്ടി. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നോക്കി ഇവിടെ കുറെ സിമ്പൽസ് 1.3 കൊടുത്തിട്ടുണ്ട്. എച്ച് കണ്ടില്ലേ, ഹൈഡ്രജൻ. നെക്സ്റ്റ് രണ്ടാമത്തെ പീരിയോഡിക് ടേബിളിൽ രണ്ടാമത്തെ എലിമെന്റ് ആണ്. അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അറ്റോമിക് നമ്പർ അനുസരിച്ച്, അതായത് 1, 2, 3 ആ ഓർഡറില് എലിമെന്റ്സിനെ അടുക്കി വെച്ചിട്ടുള്ള ഒരു ടേബിൾ ആണ്. ഒരു ടേബിൾ ഉണ്ട്, അതിനെയാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയാം. അപ്പൊ പീരിയോഡിക് ടേബിളില് ഒന്നാമത്തെ അറ്റോമിക് നമ്പർ ഉള്ള എലിമെന്റ് ഏതാ? ഹൈഡ്രജൻ. പിന്നെ അത് കഴിഞ്ഞാൽ രണ്ട് അറ്റോമിക് നമ്പർ വരുന്ന മൂലകമാണ്, അതായത് എലിമെന്റ് ആണ് രണ്ടാമതായിട്ട് കിടക്കുന്നുണ്ടാവും പീരിയോഡിക് ടേബിളിൽ. അതാണ് ഹീലിയം, HE. കണ്ട, ഹീലിയത്തില് എങ്ങനെ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കിയേ. ഹീലിയത്തില് മുകളിൽ 4 ആണ്. അപ്പൊ മുകളിൽ മാസ് നമ്പർ എഴുതും. അതായത് വലിയ നമ്പർ മുകളില്, ചെറിയ നമ്പർ അറ്റോമിക് നമ്പർ താഴെ. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് കിട്ടി? ആ ടേബിളിൽ നമ്മൾ അത് എഴുതണം. അപ്പൊ ആദ്യം കിടക്കുന്നത് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എത്ര വരാ? ആദ്യം നമുക്ക് ഹൈഡ്രജന്റെ പറയാം. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പറിന്റെ കോളത്തിൽ നമ്മൾ 1 എഴുതും. മാസ് നമ്പർ 1 തന്നെ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്ര? 1, ഇലക്ട്രോൺസ് 1, ന്യൂട്രോൺസ് 0 അല്ലെ? അതുപോലെ ഹീലിയം. അപ്പൊ അടുത്തായിട്ട് ഹീലിയം വന്നപ്പോ അറ്റോമിക് നമ്പർ എത്ര വരാ? ലെഫ്റ്റ് സൈഡിൽ, ബോട്ടം ലെഫ്റ്റ് സൈഡിൽ അടിയിൽ കിടക്കുന്നതാണ് അറ്റോമിക് നമ്പർ. അപ്പൊ അടിയിൽ 2 ആണ് കിടക്കുന്നത്. അപ്പൊ 2 അറ്റോമിക് നമ്പർ. മാസ് നമ്പർ 4 വന്നു. പ്രോട്ടോൺസ് 2, ഇലക്ട്രോൺസ് 2, ന്യൂട്രോൺസ് എത്ര ഉണ്ടാവും? ന്യൂട്രോൺസ് മൊത്തം മാസ് നമ്പർ 4 ആണെന്ന് മനസ്സിലായി.
മാസ് നമ്പർ ഇതിന് 4 ആണെന്ന് മനസ്സിലായി. അപ്പോ ന്യൂട്രോൺസും പ്രോട്ടോൺസും കൂടി കൂട്ടിയതാണ് ഇത്. പ്രോട്ടോൺസിന്റെ എണ്ണം 2 ആണ്. അപ്പൊ പിന്നെ ന്യൂട്രോൺസിന്റെ എണ്ണം ബാക്കി 4 2 പോയി 2 അല്ലെ. അപ്പൊ ന്യൂട്രോൺസിന്റെ എണ്ണം 2 തന്നെ. അങ്ങനെ ഇതിൽ ഓരോന്നാടുത്ത് ലിത്തിയം. ലിത്തിയത്തിന് 7ഉം 3യുമാണ്. 7 മുകളിൽ കിടക്കുന്നു ലിത്തിയം. ലിത്തിയത്തിന്റെ സിമ്പൽ Li എന്നാണ്. അപ്പൊ മുകളിൽ എത്ര എടുക്കുന്ന 7, താഴെ കിടക്കുന്നത് 3. അറ്റോമിക് നമ്പർ 3 ആണ് ലിത്തിയത്തിന്റെ. അപ്പൊ പീരിയോഡിക് ടേബിൾ മൂന്നാമതായിട്ട് എടുക്കുന്നത് ലിത്തിയമാണ്. അപ്പൊ 3 കണ്ടപ്പോ അറ്റോമിക് നമ്പർ 3 ആണ്. മാസ് നമ്പർ 7 ആണ്. പ്രോട്ടോൺസ് 3 ആവുമ്പോൾ ഇലക്ട്രോൺസും 3. ഇനി ന്യൂട്രോൺ എത്ര ഉണ്ട്? 7ന് 3 കുറച്ച് കഴിഞ്ഞാൽ അറിയാം ന്യൂട്രോൺസ് എത്ര ഉണ്ട്. അപ്പൊ ന്യൂട്രോൺസ് 4. എല്ലായ്പ്പോഴും ഈ പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെ എണ്ണം തന്നെ ന്യൂട്രോൺ ആവണമെന്നില്ല. ന്യൂട്രോൺ ചിലപ്പോൾ ഇതിന്റെ ഒപ്പാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വരാം. അടുത്തത് എന്താണ്? കാർബൺ ആണ് അടുത്ത് എടുക്കുന്നത്. ലിത്തിയം കഴിഞ്ഞിട്ട് സി എന്ന് പറയുന്നത് കാർബണിന്റെ സിമ്പിളാണ് സി. സിയിൽ കിടക്കുന്നത് 12 ആണ്. ഇതിന്റെ മാസ് നമ്പർ 6 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ ഇതിന് എന്ത് മനസ്സിലായി? അറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ 12, നമ്പർ ഓഫ് പ്രോട്ടോൺസ് 6, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 6, നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാ? 12ന് 6 പോകണം. അപ്പൊ 6 തന്നെ. അടുത്തത് നിയോൺ. നിയോൺ 10, 20. അപ്പൊ അറ്റോമിക് നമ്പർ 10, മാസ് നമ്പർ 20, പിന്നെ പ്രോട്ടോൺസ് 10, ഇലക്ട്രോൺസ് 10, ന്യൂട്രോൺ 10 തന്നെ. അടുത്ത ആർഗൺ. ആർഗണിന്റെ എങ്ങനെയാ വന്നേക്കണേ? ആർഗൺ AR എന്നാണ് ആർഗണിന്റെ. ആർഗൺ എന്ന് പറഞ്ഞ എലിമെന്റിന്റെ എന്താണ് സിമ്പൽ. അതിൽ വന്നിട്ടുള്ളത് 18 ആണ് ഇതിന്റെ അറ്റോമിക് നമ്പർ. മാസ് നമ്പർ 40യുമാണ്. അപ്പൊ അറ്റോമിക് നമ്പർ ഇതിൽ തന്നിട്ട് അറ്റോമിക് നമ്പർ ചോദിച്ചാൽ എന്ത് പറയും? അറ്റോമിക് നമ്പർ 18, മാസ് നമ്പർ 40, പിന്നെ പ്രോട്ടോൺസ് 18, ഇലക്ട്രോൺസ് 18, ന്യൂട്രോൺസിന്റെ എണ്ണം അറിയണമെങ്കിൽ 40ൽ നിന്നും 18 മൈനസ് ചെയ്യണം. 22 വന്നു. അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺസ് 22 വന്നു. അപ്പൊ ആ ടേബിൾ ഫില്ല് ചെയ്യാം. മനസ്സിലായി? ഈസി അല്ലേ? അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ ഏതാണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ പഠിച്ചു അല്ലെ. ഇനി ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ചിട്ട് ഇപ്പൊ അധികം ഒന്നും നമുക്ക് നോക്കാല്ലേ. അതിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. അതിന് ചുറ്റുമുള്ള ഇലക്ട്രോൺസ് അതെങ്ങനെയായിരിക്കും? ആ ഇലക്ട്രോൺസ് മൊത്തം ഒരുത്തിൽ കൂടിയിരിക്കുകയാണോ, അതോ അതിന്റെ ഷെല്ലുകളിൽ അത് എങ്ങനെയൊക്കെയാവും? ഓരോ നമ്മൾ പറഞ്ഞു KLMNO എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ ഷെല്ലുകൾ ഉണ്ടായിരിക്കും. അതിലായിരിക്കും ഈ ഇലക്ട്രോൺസിനൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടാവാന്ന്. അത് പലതരത്തിലാണോ, അതിന് എന്തെങ്കിലും ക്രമമുണ്ടോ എണ്ണത്തിന് എന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോണത്. ഈ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന്റെ ചുറ്റുമുള്ള ഷെല്ലുകളിൽ ക്രമീകരിച്ചിരിക്കുന്നത് തോന്നിയ പോലെ എണ്ണമായിരിക്കില്ല, ഒരു പ്രത്യേക ഓർഡറിലായിരിക്കും. ഈ ഇങ്ങനെ ഓർഡറിൽ ക്രമീകരിക്കുന്നതിനെ ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ആ ഓർഡർ? ആ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. 2n² എന്നാണ് ആ ഫോർമുല. 2n². ഈ ഒരു ഫോർമുല നന്നായി മനസ്സിലാക്കി വെക്കുക, മറക്കരുത്. നല്ലോണം തലയിലൊടുക്കി കയറ്റി വെക്കുക. 2n². ഇനി n എന്ന് പറയുന്നത് ഈ ഷെല്ല് എത്രാമത്തെ ഷെല്ലാണ് എന്നനുസരിച്ചിരിക്കും. ആ ഷെല്ല് എത്രാമത്തെയാണ് ആ നമ്പറാണ് എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഷെല്ലുകൾ നമ്മൾ പഠിച്ചു? K, L, M, N, O അങ്ങനെ പോകും. K ആണ് ഒന്നാമത്തെ ഷെല്ല്. കാരണം എന്താ? നമ്മൾ എവിടെ നിന്നാണ് നമ്പർ ഇട്ട് തുടങ്ങുക? ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുനിന്നുള്ള ഷെല്ല് തൊട്ടാണ് നമ്പർ ഇട്ട് തുടങ്ങുക. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ K ആണ് ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല് L, മൂന്നാമത്തെ M, ഇത് നാലാമത്തെ, ഇത് അഞ്ചാമത്തെ, അങ്ങനെയാണ് പോണത്. മനസ്സിലായില്ലേ? അപ്പൊ K ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് വരെ കൊള്ളും, എത്ര ഇലക്ട്രോൺസിന് വരെ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നറിയണമെങ്കിൽ 2n² എന്ന ഫോർമുലയിൽ നമ്മൾ എന്നിന്റെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുക്കുക? K എത്രാമത്തെ ഷെല്ല? ഒന്നാമത്തെ. അപ്പൊ 1 ഇട്ട് കൊടുക്കണം. 2 × 1². എന്നിന്റെ പ്ലേസിൽ 1 നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പൊ എത്ര വരും? 1² × 2. 1² എന്ന് പറഞ്ഞാൽ 1 തന്നെ. 1 × 2 2.
അപ്പൊ കെ എന്ന് പറഞ്ഞിരിക്കുന്ന ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് വരെ കൊള്ളും? 2 വരെ. എന്ന് വിചാരിച്ചിട്ട് കെ ഷെല്ലിൽ 2 വേണം എന്നില്ല. അപ്പൊ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ആറ്റം എടുത്തു. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അതായത് ഹൈഡ്രജൻ ആകെപ്പാടെ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോ കെ ഷെല്ലിൽ 2 കൊള്ളും എന്ന് വിചാരിച്ചിട്ട് ഹൈഡ്രജന്റെ ആകെപ്പാടെ 1 ഇലക്ട്രോൺ ഉള്ളു. അപ്പൊ ഹൈഡ്രജൻ എന്താ ചെയ്യാ? അപ്പൊ ഹൈഡ്രജന് ആകെ കൂടി ഒരു ഷെല്ലേ ഉണ്ടാവുള്ളൂ ന്യൂക്ലിയസിന് ചുറ്റും. അത് ഏത് ഷെല്ലാ? കെ ഷെല്ല്. അതിലാകെ 1 ഇലക്ട്രോൺ ഉണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ അതിന്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഉണ്ടാവില്ല, പ്രോട്ടോൺ മാത്രം. ഒരു പ്രോട്ടോൺ ഉണ്ടാവും. അതിന്റെ ചുറ്റും ഒരു കെ ഷെല്ലുണ്ട്. ആ ഒരു ഷെല്ലുണ്ട്, കെ ഷെല്ലാണ്. അതിൽ 1 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ അറ്റോമിക് നമ്പർ 2 ആയിട്ടുള്ളത് ഹീലിയം ആണ്. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പൊ 2 ഇലക്ട്രോൺസ് അതിലുണ്ടായിരിക്കും. അപ്പോ ഹീലിയത്തിനും ആകെ ഒരൊറ്റ ഷെല്ലേ ഉണ്ടായിരിക്കുള്ളൂ. അത് ഏത് ഷെല്ലാ? കെ തന്നെ. അതിൽ 2 അപ്പോ ഇനി അടുത്ത ഷെല്ല് എൽ ആണ്. എല്ലില് എൽ എന്ന് പറയുന്ന ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് കൊള്ളും എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതേ ഫോർമുലയില് എന്നിന്റെ പ്ലേസിൽ 2 വിട്ടു കൊടുത്തു. രണ്ടാമത്തെയാണ് എൽ ഷെല്ല്. 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. 4 into 2 8. എൽ എന്ന് പറഞ്ഞ ഷെല്ലിൽ അപ്പൊ 8 ഇലക്ട്രോൺസ് ആണ് കൊള്ളുക. അത് വിചാരിച്ചിട്ട് 8 വേണമെന്നില്ല. 1 ആവാം, 2 ആവാം, 3 ആവാം, 4 5 6 7 8 വരെ മാക്സിമം. 8 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നെങ്കിൽ അടുത്ത ഷെല്ലിലേക്ക് പോകും. അടുത്ത ഷെല്ല് എം ആണ്. അപ്പൊ എമ്മിൽ എത്ര വരെ കൊള്ളും? 3 സ്ക്വയർ ആകും. 3 സ്ക്വയർ എന്ന് പറയുമ്പം 3 into 3 9. 9 into 2 18. 18 ഇലക്ട്രോൺസ് ആണ് എം എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഷെല്ലിൽ ഉണ്ടായിരിക്കും. 18 വരയ്ക്ക് മാക്സിമം കൊള്ളുള്ളൂ. അത് നാലാമത്തെ ഷെല്ലില് 2 into 4 സ്ക്വയർ. 4 സ്ക്വയർ 16 into 2 32. അപ്പൊ 32 ഇലക്ട്രോൺസ് വരെയാണ് എൻ എന്ന് പറഞ്ഞ ഷെല്ലിൽ പോവാം. അപ്പൊ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ക്രമീകരിക്കണേന്ന് മനസ്സിലായില്ലേ? ഓരോ ഷെല്ലിൽ എത്ര വീതം ഉണ്ടാവും കണ്ടുപിടിക്കാൻ സുഖല്ലേ? ഇനി ഒരു അറ്റോമിക് നമ്പർ തന്നു, ഏതെങ്കിലും ഒരു എലിമെന്റ് തന്നു, അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇലക്ട്രോൺസ് ഏതൊക്കെ ഷെല്ലിൽ എത്ര വീതം ഉണ്ടായിരിക്കും നമുക്ക് ഇനി കണ്ടുപിടിച്ചുകൂടെ? സുഖല്ലേ? പേജ് നമ്പർ 18 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? 1 തന്നെ. കെ ഷെല്ല് മാത്രമേ ഉള്ളൂ, അതിൽ 1 ഞാൻ പറഞ്ഞില്ലേ. അടുത്ത് ഹീലിയം അറ്റോമിക് നമ്പർ 2 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. കെ ഷെല്ലിൽ 2 ഉണ്ടായിരിക്കും. അതിന്റെ എല്ലും എമ്മും എന്നും ഓയൊന്നും അതിലില്ല. ഇനി അടുത്ത മൂന്നാമത്തെ അറ്റോമിക് നമ്പർ 3 വരുന്നത് ലിത്തിയം ആണ്. ലിത്തിയത്തിന് 3 ആണ് അറ്റോമിക് നമ്പർ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 3 തന്നെ. അപ്പൊ കെ ഷെല്ലിൽ 2 ബാക്കി 1 ആ ഏത് ഷെല്ലിലേക്ക്? എൽ എന്ന് പറഞ്ഞ ഷെല്ലിൽ. ഇനി നാലാമത്തെ അറ്റോമിക് നമ്പർ 4 വരുന്നത് ബെറിലിയം ആണ്. ബിഇ കണ്ട, ബിഇ എന്നാണ് ബെറിലിയത്തിന്റെ എന്താ പറയാ സിമ്പിൾ. അപ്പൊ അതില് അറ്റോമിക് നമ്പർ 4 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അപ്പൊ 4. അപ്പൊ എങ്ങനെ വരാ? കെ ഷെല്ലിൽ 2 വരും, ബാക്കി 2 എല്ലിലേക്ക് പോകും അല്ലെ? അടുത്ത സി എന്ന് പറയുന്നത് കാർബൺ. കാർബണിന്റെ 6 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ 2 കെ ഷെല്ലിൽ 2 ഉണ്ടായിരിക്കും, ബാക്കി 4 അതിന്റെ അടുത്ത ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലില് ബാക്കി 4 ഉണ്ടാവും. അതുപോലെ കുറെ കൊടുത്തിട്ടുണ്ട്. നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, എൻഎ. അടുത്തത് എൻഎ അറ്റോമിക് നമ്പർ 11 വന്നിരിക്കുന്നത് എൻഎ, അതായത് സോഡിയം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 11 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വരാ? ഇത് ചിലപ്പോ വരയ്ക്കാനൊക്കെ വരും പരീക്ഷയ്ക്ക്. അപ്പൊ സെന്ററിൽ നമ്മൾ ന്യൂക്ലിയസ് വരയ്ക്കുക. ന്യൂക്ലിയസില് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടായിരിക്കും. പിന്നെ ഷെല്ലുകള് ആദ്യം കെ ഷെല്ലും എം ഷെല്ലും വരച്ചിട്ട് ഇതിന്റെ സോഡിയം ആണ് ഞാൻ വരയ്ക്കാൻ പോണേ. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 11 എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിന്റെ എണ്ണം 11 ആയിരിക്കും. അപ്പൊ ആദ്യമേ നമ്മൾ എഴുതി വെക്കുക. കെ ഷെല്ലിൽ എത്ര ഉണ്ടായിരിക്കും? 2. 11 നിന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 9 ഉണ്ട്. 9 ഇലക്ട്രോൺസ് കൂടി ബാക്കിയുണ്ട്. അടുത്ത ഷെൽ എൽ ആണ്. എല്ലില് എത്ര കൊള്ളും? 8 കൊള്ളുള്ളൂ. അപ്പൊ 10 ആയിട്ടുള്ളൂ. ബാക്കി 1 കൂടി ഉണ്ട് അല്ലെ? അപ്പൊ ഒരു ഷെല്ലും കൂടി ഉണ്ടായിരിക്കും. m = 1. ഇത്രയും എഴുതിയതിന് ശേഷം വേണം വരയ്ക്കാൻ. എന്നാലും നമുക്ക് എത്ര ഷെല്ല് വരയ്ക്കണം എന്ന് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഷെല്ലും കൂടി വരച്ചു. ഏറ്റവും പുറത്ത് ഒരു ഷെല്ലും കൂടി ഉണ്ട്. അപ്പൊ കെ ഷെല്ലിൽ 2 ഉണ്ടാവുക. അപ്പൊ 2 ഇലക്ട്രോൺസ് ആയാലും നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ എത്ര ഉണ്ടായിരിക്കും? 8 ഉണ്ടായിരിക്കും. അപ്പൊ 8 വരയ്ക്കണം.
ഇനി ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരെണ്ണം എവിടെയെങ്കിലും വരച്ചിരിക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സോഡിയം കഴിഞ്ഞിട്ട് പിന്നെ മെഗ്നീഷ്യത്തിന്റെ 12 ആണ്. അപ്പൊ 12 എന്ന് പറയുമ്പോ ഒരെണ്ണം കൂടി അപ്പൊ ഈ എം എന്ന് പറയുന്ന ഷെല്ലില് 2 ഉണ്ടായിരിക്കും. ബാക്കി കെ ഷെല്ലും എല്ലും ഇതുപോലെ തന്നെ. അത് കഴിഞ്ഞ അലൂമിനിയത്തിന്റെ 13, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. ലാസ്റ്റ് ആർഗൺ ആർഗൺ ആണ്. അതിന്റെ 18 ആണ്. അപ്പൊ 18 എന്ന് പറയുമ്പോ 2 ഇവിടെ വന്നു, 8 ഇവിടെ വന്നു, അപ്പൊ 10 ആയി. ബാക്കി 80 എന്ന് പറയുമ്പോൾ ബാക്കി 8 ഉണ്ട്. ആ 8 ഈ പുറത്തത്തെ ഷെല്ലില് 8 ഇങ്ങനെ ഇതാക്കാം, വരച്ചു വയ്ക്കാം. അപ്പൊ ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന സംഭവം. വാട്ട്സ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ കെ ഷെൽ? അറിഞ്ഞൂടെ എത്ര എണ്ണം വരെ കൊള്ളും? കെ ഷെല്ലിൽ 2. വാട്ട്സ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എൽ ഷെൽ? എൽ ഷെല്ലിൽ എത്ര എണ്ണം കൊള്ളും? 8. അപ്പൊ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 2n². അത് മറക്കരുത്.